സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടെ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ച സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ആലുവ പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നതുവരെ അറസ്റ്റിന് വേണ്ടി കാത്തിരിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. സാക്ഷികളുടെയും പരാതിക്കാരന്റെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പ് പ്രകാരം ഇന്നലെയാണ് പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തത്. പ്രസംഗത്തിന്റെ CD-യും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി BJP രംഗത്ത് വന്നു. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത നടപടി വിവേചനപരമെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളോട് ഗവൺമെൻറ് പ്രതികരിച്ച രീതിയും ഈ സംഭവത്തോട് ഗവൺമെൻറ് പ്രതികരിച്ച രീതിയും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത്. നൗഷാദിൻ്റെ കുടുംബത്തിന് സഹായം നൽകി എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് നൗഷാദിൻ്റെ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത്. നൗഷാദിനെ ഒരു തരത്തിൽ വില കുറച്ച് കാണിക്കാനുള്ള ശ്രമവും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് മനസ്സിലാക്കുന്നില്ല. നൗഷാദിൻ്റെ പ്രവൃത്തിയല്ല വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്, സർക്കാരിൻ്റെ നിലപാടിനെയാണ്. ഈ വിഷയമാണിന്ന് പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM മനോജ്, ഒപ്പം തന്നെ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ, കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, BJP നേതാവ്, BJP വക്താവ് VV രാജേഷും ഒപ്പം നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. മറ്റ് നേതാക്കളെയും സാംസ്കാരിക പ്രവർത്തകരെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം PM മനോജിലേക്ക്. മനോജ്, ഒരുപക്ഷെ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നതിന് ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വന്ന പ്രതികരണം, BJPയുടെ പ്രതികരണം പരിശോധിക്കുക. BJP സംസ്ഥാന അധ്യക്ഷൻ എടുത്തു കാട്ടുന്ന കാര്യം വിവേചനപരം. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആ വാചകങ്ങൾ പോലും വളരെ സംക്ഷിപ്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ്, മുന്നോട്ട് വെച്ചതാണ്. അല്ലാതെ മറ്റൊരു രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കാണേണ്ടതില്ല. മാത്രവുമല്ല പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. വിവേചനപരമെന്നാണ് ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാക്ക്. ഇവിടെ നഷ്ടപരിഹാരം എന്തെന്നും സർക്കാർ ഏതൊക്കെ അല്ലെങ്കിൽ എന്തിനൊക്കെ കാര്യങ്ങൾക്കാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതാണോ? അതിൽ ഈ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന വിവേചനം, ഒരാളോട് ഒരു വിവേചനം, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരാളോട് മറ്റു വിവേചനം, ഈ പറയുന്ന വി മുരളീധരൻ്റെ വാചകങ്ങളെ മുഖവിലേക്കെടുത്താൽ യുക്തിയാണോ യുക്തിയില്ലായ്മയാണോ താങ്കൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്? വി മുരളീധരൻ പറഞ്ഞത് RSSൻ്റെ നിലപാടാണ്. ഈ വിവേചനം എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് വിവേചനം സ്ഥാപിക്കണം. എന്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ വിവേചനമുണ്ടാക്കി ഓരോരുത്തരെ ഉന്മൂലനം ചെയ്ത് അവസാനം ഇവരുടെ മാത്രം രാജ്യമാക്കി ഇത് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇന്ന് വരെ RSSകാരനോ BJPക്കാരനോ കേരളത്തിൽ ആളുകളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ വെളിവില്ലാതെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഈ മുരളീധരൻ അത് പറയാൻ കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താ വിവേചനം? എന്താണ് ഈ വേണ്ട മാനദണ്ഡം? അഴുക്ക് ചാലിൽ, അതായത് ഓടയിൽ, ദുർഗന്ധം വമിക്കുന്ന വിഷവായു നിറഞ്ഞ ഓടയിൽ 2 പേര് മരിക്കാൻ കിടക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ സ്വയം സമർപ്പിതനായി ആ ഓടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം മരണം വരിച്ച ഒരാളെ, അയാളുടെ കുടുംബത്തിന്, നിർധനമായ കുടുംബം, നൗഷാദ് അവിടെ ചെല്ലേണ്ടവനായിരുന്നില്ല. നൗഷാദ് ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ബാധ്യസ്ഥനായിരുന്നില്ല. എന്നിട്ട് പോലും സ്വന്തം ജീവൻ ത്യജിച്ച ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ സഹായിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആറ്റിൽ മുങ്ങി മരിച്ച ഒരാൾ രക്ഷപ്പെടുത്തിയിരുന്നു. അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് ഇന്നൊരു ചോദ്യം കേട്ടത്. ഹിന്ദു സമൂഹം മാർജിനലൈസ് ചെയ്യപ്പെടുന്നു, സാമ്പത്തികമായി പിന്നോക്കം പോകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോഴേക്കും, അധ്യാപകരുടെ നിയമനം കൊടുക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ പിന്നോക്കം പോകുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ മുദ്രാവാക്യങ്ങൾ കേരള സമൂഹത്തിന് മുൻപാകെ വയ്ക്കുമ്പോഴേക്കും ആ മുദ്രാവാക്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു വിഷയത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ആ ജാഥയുടെ മുഴുവൻ തന്നെ ഡയമെൻഷൻ മാറ്റാൻ
ഇതിനൊക്കെ മറുപടി പറയുന്നത് ഇന്ന് നമ്മൾ ഈ വാർത്തയിൽ കാണിക്കുന്ന ഒരു വാചകമുണ്ട്, ഇന്ത്യയുടെ വെളിച്ചം ഭരണഘടന. ആരാ പറഞ്ഞത്? നരേന്ദ്രമോദി അസഹിഷ്ണുത ചർച്ച ചെയ്യപ്പെടുന്ന പാർലമെന്റ് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് ഈ ഒരു വാദഗതിയുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഞാൻ പറയട്ടെ, ഇനി ഞാനല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വെളിച്ചമാണ് ഇന്ത്യൻ ഭരണഘടന. കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്കാകെ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് ഇന്ത്യൻ ഭരണഘടനയാണെന്ന്. ആ ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ പാവപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നത്, അവരെ പ്രത്യേക പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ആ ഇന്ത്യൻ ഭരണഘടനാനുസൃതം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങൾ. ആ അവകാശങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ആർക്കും പ്രത്യേകിച്ച് അവകാശം കൊടുക്കാൻ പാടില്ല, മൈനോറിറ്റിക്ക് അവകാശം പാടില്ല. ഓരോ സമൂഹത്തിൻ്റെ ഓരോ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ പിന്നോക്കാവസ്ഥ കണ്ടിട്ടാണല്ലോ ഇന്ത്യൻ ഭരണം. സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യമാണ്. കാരണം നമുക്ക് ഖണ്ഡിക്കപ്പെടണം, കാര്യങ്ങളെ ഖണ്ഡിച്ചു പോകണം. തീർച്ചയായും ഒന്ന്, അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിലേക്ക് പോയില്ല. അവിടെ ജവാനോ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് കായിക താരങ്ങളോ മരിച്ചപ്പോൾ അതിലേക്ക് നഷ്ടപരിഹാരത്തിലേക്ക് പോകുന്നത് അവിടെയാണ് വിഷയം. ജവാൻ ഇന്ത്യയിലെ അതിർത്തിയിൽ പോരടിച്ച് മരിക്കുന്ന ജവാൻ, ആ ജവാനും നിയമപരമായ ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട്, അവർക്ക് സഹായം കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. എന്നാൽ അതിനുപരിയായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാട്ടുകാരും ജനങ്ങളും ഗവൺമെന്റും ഒക്കെ സഹായം കൊടുക്കും. നമുക്കറിയാലോ, ബോംബെയിൽ സന്ദീപ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കേരളത്തിന് സഹായം കൊടുത്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നു. അന്ന് ആ പ്രത്യേക സഹായം ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലാണ് വരുന്നത്. അതായത് പ്രകൃതി ദുരന്തം വരുമ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സഹായം പോലെ ആരെങ്കിലും വഴിയിൽ വീണ് മുങ്ങി മരിച്ചാൽ കൊടുക്കൂല. ഇത് ഈ നൗഷാദിൻ്റെ ഒരു പ്രത്യേക കേസാണ്. ആ പ്രത്യേക കേസിൽ അങ്ങനെ കൊടുക്കുന്നു. കേദാർനാഥിൽ എത്ര കുടുംബങ്ങൾ ഹിന്ദുക്കളല്ലേ, ഒഴുകിപ്പോയില്ലേ, മോഡിയല്ലേ ഭരിക്കുന്നത്, കൊടുക്കണ്ടേ ഇവർ പൈസ അവിടെ? ഒരു കാര്യം, കാരണം അവിടെ ഒരു പക്ഷേ ഈ പറയുന്ന ആശ്രിത നിയമനമോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ ഒക്കെ തന്നെ മറ്റുള്ള ഇന്ന് മുരളീധരൻ മുന്നോട്ട് വെച്ച ആ ഘടകങ്ങൾ ആളുകൾക്ക് കിട്ടിയേക്കാം. പക്ഷേ ഇവിടെ ഏക ആശ്രയം ഒരു പക്ഷേ സർക്കാരിലേക്കാണ് കാര്യങ്ങൾ സഹായഹസ്തം ഒരു പക്ഷേ നീട്ടേണ്ടി വരുന്നത്. ഇതൊന്നും ചിന്തിക്കാതെ കാര്യങ്ങളെ, കാരണം എന്തിനെ നഷ്ടപരിഹാരം, അതിൻ്റെ മാനദണ്ഡമെന്ന് ഇതൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു വാദഗതി ഉന്നയിക്കുമ്പോൾ അതിലെ പ്രകടമായ പാളിച്ചകളെ സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കപ്പെടില്ലേ? അല്ലല്ല, പ്രതീക്ഷ വളച്ചൊടിക്കുക. ഞാൻ ഞങ്ങളുടെ നിലപാട് ആദ്യം പറഞ്ഞു, ഞാൻ ആവർത്തിച്ച് അരക്കിട്ട് ഉറപ്പിച്ച് പറഞ്ഞതൊക്കെയും താങ്കൾ അതിനെ മാറ്റിവെച്ചുകൊണ്ട് വരികയാണ്. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തതിൽ ഇവിടെ ആരാ എതിർത്ത് പറഞ്ഞത്? കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭാവിയിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞത് ഞങ്ങൾ സൂചിപ്പിച്ചത് ഈ ഒരു സംഭവത്തിലല്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിൽ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അതിർത്തിയിലേക്ക് മാറ്റുന്നു, അവരെ റോഡിൻ്റെ പുറംപോക്കിലേക്ക് മാറ്റുന്നു. അവർ ഇവിടെ ജനസംഖ്യാപരമായി പിന്നോക്കം പോകുന്നു, സാമ്പത്തികമായി പിന്നോക്കം പോകുന്നു, വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോകുന്നു. അവരൊരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നില്ല. വിമോചന സമരത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായിട്ട് മാറുന്നു.